അല്ല, എന്താ നിന്റെ ഉദ്ദേശം? എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. നിനക്ക് കിട്ടാനുള്ള സ്ത്രീധന ഭാഗ്യം സ്വർണ്ണം എഴുതി തള്ളിയോ നീ? വിദ്യയുടെ അച്ഛൻ മരിച്ച ശേഷം അവര് വളരെ ബുദ്ധിമുട്ടിലാണമ്മേ. ഇങ്ങനൊരവസ്ഥയിൽ രൂപ വയ്ക്കാൻ പറഞ്ഞു വിടുന്ന മോശമല്ലേ? ഒരു മോശവും ഇല്ല. എടാ, നേരെ നെറിയുള്ളവരായിരുന്നെങ്കിലേ 30 സെന്റ് സ്ഥലവും ഒരു വീടും ഇല്ലേ? അത് വിറ്റിട്ടെങ്കിലും തരാമായിരുന്നല്ലോ. കൈ തന്നെ അത് മീൻ പിടിക്കാമെന്ന് വെച്ചാലേ എന്റെ അടുത്ത് നടപ്പില്ലടാ മോനെ. ഞാനും നീയും കൂടെ വിദ്യയും കൂട്ടി അവിടെ വീട്ടിൽ ചെല്ലുന്നു. തരാനുള്ള പൊന്നും പണവും തന്നില്ലെങ്കിൽ അവൾ അവിടെ വീട്ടിലിരിക്കും. പറഞ്ഞു പറ്റിക്കുന്നവരോട് ഇങ്ങനെ തന്നെ ചെയ്യണം. വിദ്യ വീട്ടിൽ കൊണ്ടുപോയി വിടുകയെ സ്ത്രീധന ബാക്കി മേടിക്കുക എന്ത് വേണമെങ്കിലും അമ്മ ചെയ്തോ. അമ്മയ്ക്ക് മനസ്സമാധാനം കിട്ടുമല്ലോ. പക്ഷെ ഞാൻ വരില്ല. നീ വരുന്നില്ലെങ്കിൽ വരണ്ടടാ. എനിക്കറിയാം അവളെ കൊണ്ടുപോയി വിടാൻ. സ്ത്രീധന ബാക്കി തരാൻ അച്ഛനില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന ശാന്തേട്ടനൊരു വക്കീൽ നോട്ടീസ് അയക്കണം. വിവാഹമോചനത്തിന്. നഷ്ടപരിഹാരമോ ജീവനാംശമോ ഒന്നും ഞാൻ ആവശ്യപ്പെടില്ല. ശാന്തേട്ടനെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടട്ടെ. അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല ശാന്തേട്ട. തന്നെ പറഞ്ഞയക്കാൻ അല്പം പോലും ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ ഒന്ന് നോക്കിയാൽ അമ്മയുടെ ആട്ടും തുപ്പും സഹിച്ച് ഇവിടെ കഴിയുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം അവിടെ കഴിയുന്നതാ. തനിക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും സ്വസ്ഥത കിട്ടുമല്ലോ. എന്താ ചേച്ചി പെട്ടിയൊക്കെ ആയിട്ട്? ഗ്യാരണ്ടി തീർന്നു പോന്നു. പ്രശാന്തേട്ടനും കൂടി അറിഞ്ഞോണ്ടാണോ ഇത്? അതേടി, എന്റെ മോനെ ഞാൻ പറയുന്നത് പോലെ കേക്കൂ. അതെ, അത് ജീവിച്ചിരിക്കാനുള്ള കൊതിയുണ്ടാ മോളെ? വരണം, അകത്തേക്കിരിക്കാം. വേണ്ട, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഉടനെ പോണം. എന്താ? കല്യാണ നിശ്ചയത്തിന്റെ കരാർ അനുസരിച്ച് 6 മാസത്തിനകം സ്ത്രീധന ബാക്കി തരാമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ. അതും പോരാഞ്ഞ് അവിടെ കയ്യെ കിടന്ന വള വരെ നിങ്ങളെടുത്ത് പണയം വെച്ചില്ലേ? ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങളുടെ അവസ്ഥയും കണ്ണുനീരും ഒന്നും കാണാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ, ഇപ്പോഴും എന്റെ മോന് വേറൊരു പെണ്ണിനെ കിട്ടാൻ യാതൊരു വിഷമവും ഇല്ലെന്ന് ഓർത്തു. വിദ്യ ഇവിടെ വിട്ടിട്ട് പോയാൽ ഇല്ലാത്ത രൂപ എങ്ങനെ ഉണ്ടാവും? എന്നാലേ ഈ കാര്യത്തിനൊരു ചൂടുണ്ടാവൂ. എല്ലാം പോട്ടെന്ന് വെക്കാം. അനിയത്തിയുടെ ഒരു നെകളവും ഒരു നിഷേധവും സ്വന്തം കെട്ടിയവനെ പോലും അവള് വഹിക്കത്തില്ല. എല്ലാം തള്ളമാരുടെ വളർത്തുദോഷവാ. രൂപ 2 ലക്ഷം കൊണ്ടായ എന്റെ രണ്ടാമത്തെ മരുമോള് വന്നത്. അവൾ അവിടെ മര്യാദക്ക് ജീവിക്കുന്നുണ്ടല്ലോ. ധർമ്മ കല്യാണം കഴിച്ചുകൊണ്ട് വന്നവക്കാ അഹങ്കാരം. ഞാനൊരു അവധി മനസ്സ് കണ്ടിട്ടുണ്ട്. അതിനുള്ളിൽ കിട്ടിയില്ലേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഊണ് കഴിച്ചിട്ട്? അയ്യോ, എനിക്ക് ഊണ് തരാൻ വേണ്ടി ഇനി അമ്മയും മക്കളും ഇങ്ങനെ നെട്ടോട്ട് ഓടണ്ട. ഒറ്റയ്ക്ക് പോണ്ട, ബസ് സ്റ്റാൻഡ് വരെ ഞാനും കൂടെ വരാം. നീ രാവിലെ ബാഗും തൂക്കി എങ്ങോട്ട് പോവാ അടി പെണ്ണേ? ആരെങ്കിലും ചിരിച്ചു മയക്കി എടുക്കാൻ പറ്റുമോ നോക്കി ഇറങ്ങിയതാ. പിന്നെ വലിയൊരു തുക സ്ത്രീധനം വാങ്ങി മോനെ കൊണ്ട് വേറൊരു പെണ്ണിനെ കെട്ടിച്ച് അമ്മയ്ക്കും മോനും സുഖമായിട്ട് ജീവിക്കാൻ കരുതുന്നുണ്ടോ? നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിന്റെ ചേച്ചി എന്നെ കുറെ വരട്ടാൻ നോക്കിയതാ, നടന്നില്ല. പിന്നെ നീ അതെന്റെ ചേച്ചി ഒരു പാവായതുകൊണ്ടാ. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ നിങ്ങളുടെ മകനെ കൊണ്ട് തന്നെ നിങ്ങളെ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കിച്ചേനെ. വെറുതെ അല്ലടി നീയൊക്കെ വല്ലവന്റെ കഴുത്തെ തൂങ്ങുന്നതിന് മുൻപേ തന്തെ കെട്ടിയെടുത്തത്. ദേ തള്ളേ, സൂക്ഷിച്ച് സംസാരിക്കണം. മരിച്ചു എന്റെ അച്ഛനെ പറഞ്ഞാണ്ടല്ലോ. നീ എന്താ ചെയ്യും? ദേ പിടിച്ചിട്ട് തള്ളു തന്നാലേ ആ ചെളി കിടക്കും. അമ്പേ, താടകയെ പോലെ കെട്ടിയൊരുങ്ങി നടക്കുന്നു. എടി പെണ്ണേ, നീ എന്നെ അപമാനിക്കാനായിട്ട് ഇറങ്ങിയിരിക്കണോ? മാനമുള്ളവർക്കല്ലേ അപമാനം ഉണ്ടാവൂ. ചേടാ, ഇത് നല്ല കൂത്ത്. ദേ തള്ളേ, നിങ്ങൾ എന്റെ അമ്മയോട് പറഞ്ഞില്ലേ തള്ളമാരുടെ വളർത്തു ദോഷമാണെന്ന്? അങ്ങനെ ഒരു ദോഷം ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങൾ ഈ തടിയും കൊണ്ട് വെറുതെ പോവില്ലായിരുന്നു. നിങ്ങളുടെ മോള് 3.5 പവന്റെ മാല കെട്ടതിന്റെ കുറ്റം എന്റെ ചേച്ചിക്ക് ഞങ്ങൾക്കും ആയിരുന്നല്ലോ. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി പറഞ്ഞല്ലോ. എന്റെ ചേച്ചി വലതുകാലം വെച്ച് കയറിയതിന് ശേഷമാണ് നിങ്ങളുടെ വീടൊരു നരകമായതെന്ന്. അത് പണ്ടേ ഒരു നരകമായിരുന്നല്ലോ. ഒരു തള്ളപ്പിശാച്ചും കുറെ കുട്ടിപ്പിശാച്ചും കൂടി ഒരുമിച്ച് വാഴുന്ന ഒരു നരകം. നിനക്ക് വെച്ചിട്ടുണ്ടടി. വിദ്യേച്ചി, ദേ പ്രശാന്തേട്ടൻ വരുന്നു. വിദ്യേച്ചി ഡൈവേഴ്സ് ചെയ്യാനുള്ള വക്കീൽ നോട്ടീസും കൊണ്ട് വന്നതായിരിക്കും ശാന്തേട്ടൻ അല്ലേ? ഡൈവേഴ്സ് നോട്ടീസ് രജിസ്റ്റർ ചെയ്ത് അയക്കുന്നല്ലേ കൂടുതൽ സൗകര്യം. കയ്യിൽ കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരാഴ്ചയായിട്ടും ശാന്തേട്ടനെ കാണാതായപ്പോ തന്നെ ഉപേക്ഷിച്ചെന്ന് വിചാരിച്ചിരിക്കും അല്ലേ? രഘുവിനെന്ത് പറ്റി? ഇന്നലെ മുതൽ അവൻ ജോലിക്ക് പോകാൻ തുടങ്ങി.
പരിചയമില്ലാത്ത പണിയായോണ്ട് ഭയങ്കര മേലുവേദനയാ. ദേഹത്ത് കുഴമ്പ് പുരട്ടി ആവി പിടിക്കുക. ശാന്തേട്ടന്റെ അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? സുഷമ ഇവിടുന്ന് ബസ് സ്റ്റാൻഡ് വരെ അമ്മയെ ചീത്ത പറഞ്ഞെന്ന് കേട്ടു. എന്താ വിഷമമുണ്ടോ? ഏയ്, പറഞ്ഞത് അല്പം കുറഞ്ഞു പോയിന്ന എന്റെ അഭിപ്രായം. പക്ഷേ അമ്മ അതിന്റെ ദേഷ്യമൊക്കെ തീർത്തത് എന്റെ അടുത്താ. ശാന്തേട്ടാ, ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്. എന്നെ കാണാൻ വന്നെന്നറിഞ്ഞ ശാന്തേട്ടന്റെ അമ്മ തലയെടുക്കില്ലേ? അച്ഛ വീട്ടിൽ വന്ന് കിടക്കുന്നത് കുറച്ചിലല്ലേ? ഞാനിങ്ങോട്ട് വന്നത് അമ്മ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഒളിച്ചു വന്നതാ അല്ലേ? താൻ എന്നെ കളിയാക്ക. ഇന്നലെ എവിടെയായിരുന്നു എന്ന് അമ്മ ചോദിച്ചാൽ എന്തു പറയും? എന്തെങ്കിലും ഒരു നുണ പറയണം. അത് ശാന്തേട്ടനെ കൊണ്ട് ഒരിക്കലും പറ്റില്ലെന്ന് എനിക്കറിയാം. സ്വന്തം ഭാര്യയെ കാണാൻ വരുന്നതിന് പോലും കള്ളം പറയേണ്ട ഗതികേടാ അല്ലേ ശാന്തേട്ട? എത്ര നാൾ തന്നെ ഇവിടെ നിർത്തുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എവിടുന്നെങ്കിലും കുറച്ച് രൂപ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടുന്ന് തന്നാണെന്നും പറഞ്ഞ് അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാമായിരുന്നു. തന്നെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോ പറഞ്ഞ ഓർമ്മയുണ്ടോ? വക്കീൽ നോട്ടീസ്, ഡൈവേഴ്സ്. തനിക്ക് സ്നേഹം വേണമെന്ന് പറയാനും ആശ്രയിക്കാനും ഒക്കെ ആളുണ്ട്. എനിക്ക് ഇത്തിരി സ്നേഹം വേണമെന്ന് ഞാൻ ആരോട് പറയും? സ്നേഹവും പണവും സുഖവും ഒക്കെ കണക്ക് പറഞ്ഞ് അങ്ങോട്ട് വാങ്ങാൻ എല്ലാവരും എടുക്കരാ. ആയാലും കൂടപ്പിറപ്പായാലും ഭാര്യയായാലും. എന്റെ അടുത്ത് മാത്രല്ലേ ഉള്ളൂ ഈ വാശി? വരട്ടെ? ഇനി എന്നാ വരാ? വരാം. ശാന്തേട്ടാ, ഒരു കാര്യം പറയണ്ടായിരുന്നു. ഭാര്യയെ കാണാൻ വരുന്നതും പോകുന്നതൊക്കെ സ്നേഹമുള്ള ഭർത്താക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ള. പക്ഷേ രാത്രിയിലുള്ള ഈ വരവും പോക്കും കണ്ട ആളുകൾ വല്ലതും പറഞ്ഞെന്നിരിക്കും. ചേട്ടനാണ് വന്നു പോകുന്നതെന്ന് അയൽക്കാർക്ക് തോന്നില്ല. കല്യാണം കഴിക്കാത്ത വേറെയും പെമ്പിള്ളേരുള്ള വീടാത്. അതുകൊണ്ട് വരവും പോക്കും ഒക്കെ പകലായാൽ ഞങ്ങളുടെ മാനമെങ്കിലും പോകാതിരിക്കും. സുഷമേ, വേണ്ട വിദ്യേ. സുഷമ പറയുന്നതിലും കാര്യമുണ്ട്. ഇത്രയും ഇണങ്ങിയ ഒരു കല്യാണക്കാര്യം ഇനി പ്രസന്നയ്ക്ക് കിട്ടാൻ പോണില്ല. അവളിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമല്ലേ പ്രീ ഡിഗ്രിക്ക് തോക്കണത്. പ്രായമായ പെമ്പിള്ളേർക്ക് പഠിത്തത്തിൽ ശ്രദ്ധയില്ലെന്ന് കണ്ട ഉടനെ കെട്ടിച്ചു വിട്ടേക്കുക. ഞാൻ പറഞ്ഞതിന്റെ ധ്വനി ചേച്ചിക്ക് മനസ്സിലായോ? എനിക്കെല്ലാം മനസ്സിലായടാ. പക്ഷെ 25,000 രൂപ 25 പവന്റെ ആഭരണവും കൊടുക്കണമെന്നല്ലേ നീ പറയുന്നത്? അത് കുറച്ച് കൂടുതല. മനസ്സിലായില്ല? ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല? അത് തന്നെ. അല്ലാതെ പിന്നെന്താ? നീ ഒന്നെ പറയട്ടെ, നീ ഒന്നെ പറയട്ടെ. ദേ, KSRTC ജോലിയുള്ള ഒരു പയ്യനാണെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ കാശ് അവന് കിട്ടും. പിന്നെ എന്റെ പെങ്ങടെ മോളായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡിസ്കൗണ്ട് കിട്ടിയത്. ഈ ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തേ? പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാത്തൊരു വീടാ. നമ്മുടെ പെണ്ണിനെ അങ്ങോട്ട് അയച്ചാ അവര് പൊന്നു പോലെ നോക്കിക്കോളും. എന്ത് കൂ? ഏതായാലും മക്കളോട് ഞാനൊന്ന് ആലോചിക്കട്ടെ. കൊടുക്കാമെന്ന് പറഞ്ഞ പൊന്നും പണം ഇതുവരെ ഉണ്ടായിട്ടില്ല. നിശ്ചയിച്ച കല്യാണം മാറിപ്പോകുന്നതിലും വലിയ നാണക്കേട് വേറെ ഉണ്ടോ? അതുകൊണ്ട് കിടപ്പാടം വിറ്റിട്ടാണെങ്കിലും ശരി നമുക്ക് ഈ കല്യാണം നടത്തണം. കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു യോഗമാ. അത് ഞാൻ എന്റെ മരുമക്കളോട് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ. 25,000 രൂപ 25 പവനുമാണ് പ്രസന്നയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 10 പവൻ ഒരു കൊല്ലം കഴിഞ്ഞു കൊടുത്താൽ മതി എന്ന് അവരേറ്റിട്ടുണ്ട്. കല്യാണ ചെലവ് 25,000 രൂപയും പ്രശാന്തും പ്രദീപും കൂടെ ഉണ്ടാക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി 15 പവൻ കൂടി വേണം. അതിൽ 3 പവന്റെ സ്വർണം അവിടെ ദേഹത്ത് തന്നെ ഉണ്ട്. ദാ ഈ മാലയും വളയും കൂടെ 4-4.5 പവനുണ്ട്. ഇത് വിൽക്കുകയോ മാറ്റിയെടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ന് വിദ്യമോളെ, നിന്റെ അടുത്തുള്ള 10 പവനിൽ 8 പവനെങ്കിലും നീ പ്രസന്നയ്ക്ക് കൊടുക്കണം. ആഭരണങ്ങൾ കാശുണ്ടാവുമ്പോ ഇനിയും വാങ്ങാമല്ലോ. അമ്മയ്ക്ക് 2 മരുമക്കളുണ്ടല്ലോ. ഒരു തരി സ്വർണം ഞാൻ തരികയല്ല. എന്റെ അച്ഛൻ എനിക്ക് സ്വർണം തന്നതേ പ്രസന്നയെ കെട്ടിച്ചയക്കാനല്ല. ഞാൻ തരുന്നോണ്ട് മാത്രം തികയില്ലല്ലോ. വനജ കൂടി വിചാരിച്ചാൽ അതിനോറെ പുളിക്കും. ഞാൻ വെറും കഴുത്തോടു കൂടി നടക്കണമെന്നായിരിക്കും. അതിന് എന്നെ കിട്ടില്ല. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പത്തിലെ സ്വർണ്ണം വിട്ട് ശീലിച്ച കുട്ടിയല്ലേ. പ്രസന്നയുടെ കല്യാണം നടക്കണമെങ്കിൽ നിന്റെ ആഭരണങ്ങളും കൂടെ വേണം.
നിനക്ക് തരാൻ മനസ്സുണ്ടാകുമെന്ന് എനിക്കറിയാം. ശാന്തേട്ടന്റെ കൈ നൂറ്റാവുന്നതിന്റെ മാക്സിമം ഊറ്റി കഴിഞ്ഞു. ഇനിയിപ്പൊ വിദ്യാർത്ഥിയുടെ കയ്യിലെ സ്വർണം മുഴുവൻ കൈക്കലാക്കാൻ വേണ്ടി എന്റെ അമ്മ സ്വന്തം മാല ഊരി മകളുടെ കല്യാണത്തിന് കൊടുക്കുന്ന ത്യാഗോജ്ജലമായ സെന്റിമെന്റൽ സീൻ കാണാൻ എന്ത് രസമായിരിക്കുന്നു. നനയുന്നിടം മാത്രം കുഴിക്കുന്ന ഈ കുബുദ്ധി നല്ലതല്ലമ്മേ. ശാന്തേട്ടാ, തന്റെ ഇഷ്ടം പോലെ അമ്മ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോഴേ തോന്നി ഇതുപോലെ എന്തെങ്കിലും ഒരു നല്ല ഉദ്ദേശം കാണുമെന്ന്. ഏതായാലും ഞാൻ കാരണം പ്രസന്നയുടെ കല്യാണം മുടങ്ങണ്ട. സ്വർണത്തെക്കാളും പണത്തെക്കാളും ഒക്കെ വലുതാണല്ലോ ഒരു പെൺകുട്ടിയുടെ ജീവിതം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ എന്റെ അച്ഛൻ എനിക്ക് ഈ സ്വർണം തന്നത്. ഇന്നലെ വരെ ഈ വീട്ടിൽ ഈ സ്വർണത്തിന് ഒരു വിലയില്ലായിരുന്നു. എന്റെ അച്ഛന്റെ പ്രയത്നം സ്വന്തം മക്കൾക്ക് ഉപകരിച്ചില്ലെങ്കിലും ഈ വീട്ടിലെ ഒരു കുട്ടിക്ക് മംഗല്യ ഭാഗ്യം ഉണ്ടായല്ലോ. എന്റെ അച്ഛന്റെ ആത്മാവിന് പുണ്യം കിട്ടും. അമ്മയ്ക്കിപ്പോ മനസ്സിലായല്ലോ, മക്കള് 2 ലക്ഷവും 4 ലക്ഷവും സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നോണ്ട് കാര്യമൊന്നുമില്ലെന്ന്. പെട്ടിയിലിരിക്കുന്ന അട്ടിക്കണക്കിന് നോട്ടുകളേക്കാൾ ആവശ്യത്തിന് ഉപകരിക്കുന്ന നാണയങ്ങൾക്കാണ് അമ്മ വില. വന്നു കയറുന്ന പെണ്ണിന് സ്ത്രീധനം കൂടുതൽ വേണമെന്ന് വാശി പിടിക്കുമ്പോ അമ്മയ്ക്കൊരു മോളുണ്ടെന്നുള്ള കാര്യം അമ്മ മറന്നുപോയി. പ്രസന്നെ, നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ തരുന്ന ഈ സ്വർണം കൊണ്ട് നിനക്കൊരു ജീവിതം ഉണ്ടാവുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് ശാന്തേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിയ താലിമാലയാണ്. ഇത് പോയാലും ശാന്തേട്ടന്റെ പെങ്ങളുടെ കഴുത്തിലൊരു താലി ഉണ്ടാവും. അമ്മേ, ഇതിനും ഭേദം എല്ലാവരുടെ വിഷം കഴിച്ചങ്ങ് ചാവുന്നായിരുന്നു. ആര് പറഞ്ഞു വേണ്ടാന്ന്? നിന്റെ നാക്ക് എവിടെ പോയടാ? ഇറങ്ങിപ്പോയോ? നിന്റെ മുമ്പിൽ നിന്നല്ലേ അവൾ ഇത്രയും പ്രസംഗിച്ചിട്ട് പോയത്? അതമ്മയ്ക്ക് കുറച്ചിലായി പോയെങ്കിൽ ആ സ്വർണ്ണം ഇങ്ങ് തിരിച്ചു തന്നേക്ക്. എന്നിട്ട് 2 ലക്ഷക്കാരനോട് മേടിച്ചോ. അവര് കല്യാണം നടത്തിയ വിദ്യേച്ചിയുടെ ആഭരണങ്ങളെല്ലാം എടുത്തിട്ടാന്ന് തോന്നുന്നു. കാതില് കമ്മല് പോലും ഇല്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ, എന്തേലും ദുഷ്ടലാക്കോടുകൂടിയായിരിക്കും ആ തള്ള ചേച്ചി വിളിപ്പിച്ചെന്ന്. അവരെ പറയുന്ന എന്തിനാ? ആ തള്ള ചോദിച്ചപ്പോ എല്ലാം ഊരി കൊടുത്ത വിദ്യ വേണം പറയാൻ. ശാന്ത, എടാ, നീ വിദ്യ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് 2 മാസമല്ലേ ആയുള്ളൂ? അതെ. അവക്കേ ഇത് മാസം 4. പല്ലവന്റെ കൊച്ചിനെ വളർത്തേണ്ട ഗതികേടൊന്നും നിനക്കില്ലടാ. അമ്മേ, അത് പിന്നെ അമ്മ കണക്കൂട്ടി വിഷമിക്കണ്ട, ശാന്തേട്ടൻ അറിയാം. എവർക്കെന്താ പ്ലേറ്റ് വെക്കാത്തത്? പ്ലേറ്റ് വെച്ച് ചോറിടറി. ചോറും കറികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ആവശ്യക്കാർക്ക് എടുത്ത് കഴിക്കാം. ഇന്നലെ വരെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇന്നെന്താ ഒരു പുതുമ? ഇന്നു മുതൽ ഇങ്ങനെ. ഞാൻ ഇവിടെ ആരുടെയും ബാല്യക്കാരിയൊന്നുമല്ല. എനിക്ക് എന്റെ ഭർത്താവിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നീ മത്സരിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുക. മര്യാദയ്ക്ക് അവർക്ക് ചോറ് വിളമ്പിടി. പ്രദീപിന് ചോറ് കൊടുക്കാൻ മനസ്സില്ലേ ഇവിടെ? അമ്മ വെറുതെ എന്നോട് വഴക്കൂടണ്ട. എന്നെ കൊണ്ട് ചോറ് വിളമ്പിക്കാൻ മാത്രം വളർന്നോ കൊച്ചമ്മ? വിദ്യാർത്ഥി പറഞ്ഞാൽ ശരിയാ. വെക്കാനും വിളമ്പാനും ഇഷ്ടമല്ലാത്തവര് കഴിക്കാനും നിൽക്കരുത്. നീ പോടാ പട്ടി. അയ്യേ, അച്ഛന്റെ പേരിങ്ങനെ പരസ്യമായിട്ട് വിളിക്കാമോ? പ്രസാദേ, അവളെ പറഞ്ഞാലേ അവനെ ഇഷ്ടപ്പെടത്തില്ല. രാത്രിയിൽ ചേട്ടന്റെ ഭാര്യ ഉച്ചമയക്കത്തിന് അനുജന്റെ കാമുകയല്ലേ അവള്. എന്താ നീ പറഞ്ഞത്? ഒന്ന് തെളിച്ചു പറ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ അമ്മ കൊതിയുന്നുണയും പറയാൻ അയൽവക്കം നിരങ്ങാൻ പോവും. ഞാനാണെങ്കിൽ കഥ അടച്ച് മുറിയിലും. പിന്നെ ഇവിടെ ആരെയും പേടിക്കണ്ടല്ലോ. വയറ്റി കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാണെന്ന് ആർക്കറിയാം? അവളുടെ ഒരു പതിവ്രത ചമയില് കാണിച്ചു തരാം നിന്നെ. എന്തൊക്കെയാണ് ഈശ്വര ഇവിടെ നടക്കുന്നത്? കുടുംബം മുടിഞ്ഞു പോവാൻ ഇനി വല്ലതും വേണോ? നിന്നുടെ കാര്യം വഹിച്ചു വസിക്ക നീ
ഏവം അരുൾ ചെയ്ത് നിൽക്കും ദശാന്തരേ നിന്നുടെ കാര്യം. എന്താ? അമ്മയോട് ഇനി ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി എന്തോന്ന് പറയാനാ? വനചേട്ടത്തി പറഞ്ഞിട്ട് പോയത് അമ്മയും കേട്ടല്ലോ. അതിൽ ഇത്രയെങ്കിലും സത്യം ഉണ്ടെന്ന്. എടാ, സത്യം ഉണ്ടേലും ഇല്ലേലും കുടുംബത്തിന് പേരുദോഷം കേൾപ്പിച്ചല്ലോടാ നീ. എടാ, പെറ്റതള്ളയും ചേട്ടന്മാരും പറയുന്നത് കേൾക്കാതെ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും വിളിച്ചു കൂവാനും ആയിരുന്നല്ലോ നിനക്ക് ഉത്സാഹം. നീ ഇതൊക്കെ എന്തിനു വേണ്ടിയാ ചെയ്തതെന്ന് എനിക്കിപ്പം മനസ്സിലായടാ. അമ്മേ, നീ എന്നോട് ഇനി ഒന്നും പറയണ്ട. ആരോ തട്ടുന്നുണ്ട്. ആരോ നോക്കിയേ. എന്താ? നിങ്ങളെ ഭാര്യ ഒന്ന് വിളിച്ചേ. ഇപ്പൊ പറ്റില്ല. വിളിക്കാനാ പറഞ്ഞത്. വനജെ, പ്രസാദ് വിളിക്കുന്നു. അവൻ വിളിക്കുമ്പോ ഓടിച്ചെല്ലാൻ അവനാരാ? പോകാൻ പറ അവനോട്. പിന്നെ അങ്ങനെ പോകാനെന്നല്ല ഞാൻ വന്നത്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. നീ പിന്നെ മഴക്കൊണ്ടാകാൻ വന്നിരിക്കുകയാണല്ലേ? അമ്മ ഇടപെടുന്നു. പൊക്കി അവിടുന്ന്. അയ്യോ, ദീപേട്ടാ, മര്യാദയ്ക്ക് അവർ ഇറക്കി വിട്. ഇവനെയൊക്കെ ആരെ പേടിക്കുന്നേ? പ്രദീപ് പോയി വാതിലടയ്ക്ക്. നീ എന്താ കണ്ടെന്ന് പറ. എന്താണ് ഇവിടെ ബഹളം? എടാ, വിടടാ. എടാ, കണ്ടെന്ന് പറയാൻ നിന്നെ പ്രസാദേ, അവളെ കേൾക്കണം. അവളെ വിടടാ. എടാ, അവളെ വിടടാ. എടാ, ഓടിക്കോ. അങ്ങനെ പോകാൻ നോക്കണ്ട. നീ പറഞ്ഞൊക്കെ കള്ളാണെന്ന് തെളിയിക്കാതെ നിന്നെ അവിടെ നിന്ന് വിടില്ല. ഞാൻ സത്യം പറയും. നീ കണ്ടെന്നത് പറ. എനിക്ക് ഇവിടെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. എന്താ പ്രസാദ ഇത്?